ഹായ് ഓൾ, എഫ് എമ്മിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് മൈസെൽഫ് CA Aslam taking you CMA Inter FM Unit 2 classes. So in the last class we have discussed what to the introduction theory like എന്താ ലാസ്റ്റ് പഠിച്ച് like what is FM, like what is finance, or what is FM, what is financial management, what is difference between profit maximization and wealth maximization. Difference alla, like what is profit maximization, what is wealth maximization, what are its advantages, disadvantages, like there's something which is very which is a topic which is very important from exam perspective. So in the second unit of the first chapter we are discussing about the time value of money. We have also discussed this concept in a pinch manner in the last session. Okay, right? Okay, time value of money. എന്താണ് time value of money? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ടൈം. ടൈമിനനുസരിച്ചിട്ട് വാല്യൂ മാറുക, നിറം മാറുക. ഒന്നിനനുസരിച്ച് നിറം മാറുക പറഞ്ഞ പോലെ സമയത്തിനനുസരിച്ചിട്ട് വില മാറുക. എന്തിൻ്റെ? ഓഫ് മണി. അതാണ് ടൈം വാല്യൂ ഓഫ് മണി. ഞാൻ ഇന്നലെ തന്നെ ഓൾറെഡി പറഞ്ഞു. പണ്ട് എനിക്ക് 10 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ 10 രൂപക്ക് ഒരു എഗ് പഫ്സ് മേടിക്കുമായിരുന്നു. ഒരു എഗ് പഫ്സ് മേടിക്കുമായിരുന്നു. ഇത് എഗ് പഫ്സാ വിചാരിക്ക്. എനിക്ക് വരക്കെ ഞാൻ ആർട്ടിസ്റ്റ് അല്ല. അതിന് 6 രൂപയായിരുന്നു എഗ് പഫ്സിന്. ബാക്കി 4 രൂപക്ക് എനിക്ക് സിപ്പപ്പ് ഞാൻ മേടിച്ചായിരുന്നു. ഇന്ന് 10 രൂപക്ക് ഒരു എഗ് പഫ്സയിലും കിട്ടുമോ? ഇന്ന് ഒരു എഗ് പഫ്സ് കിട്ടണമെങ്കിൽ 20 രൂപ കൊടുക്കണം. പണ്ട് 6 രൂപ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 20 രൂപ എനിക്ക് കൊടുക്കണം. അതിനർത്ഥം എഗ് പഫ്സിന്റെ വാല്യൂ കൂടിയെന്നാണോ അതോ പൈസയുടെ വാല്യൂ കുറഞ്ഞെന്നാണോ? എനിക്ക് എഗ് പഫ്സിന്റെ വാല്യൂ കൂടിയെന്നും പറയാം. ബട്ട് നമ്മൾ ഫൈനാൻസ് റിലേറ്റഡ് ആണ് പഠിക്കുന്നത്, അല്ലാതെ എഗ് പഫ്സ് മാനേജ്മെന്റ് അല്ല, ഫൈനാൻസ് മാനേജ്മെന്റ് ആണ്. അപ്പം മണിയുടെ ആസ്പെക്റ്റിലാണ് എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ പണ്ട് 6 രൂപ കൊടുത്തൊരു എഗ് പഫ്സ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആ സെയിം എഗ് പഫ്സിന് 20 രൂപ കൊടുക്കണം. നത്തിങ് ബട്ട് 6 രൂപക്ക് പണ്ട് 6 രൂപക്കുള്ള വില എന്താണോ ഇന്ന് 6 രൂപയ്ക്ക് ഇല്ല. നത്തിങ് ബട്ട് പണ്ട് 6 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടിയിരുന്നു ഇന്ന് അത് 6 രൂപയ്ക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ 6 രൂപ കൊടുത്ത് കിട്ടുന്ന ഒരു സാധനം ഇന്ന് 20 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നത്തിങ് ബട്ട് പൈസയുടെ ഓരോ രൂപയുടെയും വാല്യൂ കുറഞ്ഞത് കൊണ്ടല്ലടാ ഇന്ന് 20 രൂപ കൊടുക്കേണ്ടി വന്നത്, അല്ലേ? അപ്പൊ ഇന്നത്തെ 20 രൂപക്ക് പണ്ട് ഭയങ്കര വിലയല്ലേ ഉണ്ടാവുക. ഇന്നിപ്പോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇന്ന് 20 രൂപക്ക് കിട്ടണ എഗ് പഫ്സ് പണ്ട് 6 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ബാക്കിലോട്ട് പോകുമ്പോൾ വാല്യൂ കൂടും ഓരോ രൂപയുടെയും. എന്നാൽ ഫ്യൂച്ചറിലോട്ട് വരുമ്പോഴോ വാല്യൂ കൂടും. ഇപ്പൊ പണ്ടായിരുന്നെങ്കിൽ ഇന്ന് 20 രൂപക്ക് മേടിക്കുന്ന സാധനത്തിന് 6 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്നാൽ ഇന്നാണെങ്കിലോ പണ്ട് 6 രൂപക്ക് മേടിച്ച സാധനത്തിന് ഇന്ന് 20 രൂപ കൊടുക്കണം, അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താവും, ഫ്യൂച്ചറിലോട്ട് എപ്പോഴും വാല്യൂ കുറയും. ഒബ്വിയസ്ലി 1 രൂപക്ക് വാല്യൂ കുറയണമെങ്കിൽ അപ്പം നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പാസ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോഴോ എമൗണ്ട് കുറയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 6, 20 എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഈ സെയിം 10 രൂപയ്ക്ക് എന്തായിരിക്കും വാല്യൂ? അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് 20 രൂപ കിട്ടും. അപ്പോൾ ആ 20 രൂപക്ക് ഇന്ന് 2 വർഷം കഴിഞ്ഞാലല്ലേ 20 രൂപ കിട്ടുക. അപ്പോൾ 2 വർഷം മുന്നേ, അതായത് ഇന്ന് കറൻ്റ്ലി എത്ര വാല്യൂ ഉണ്ടാവും ആ സെയിം 20 രൂപക്ക്? അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈമിനനുസരിച്ചിട്ട് മണിയുടെ വാല്യൂ കണ്ടുപിടിക്കലാണ് മെയിനായിട്ട് പല മെത്തേഡിലൂടെ. ഈ ചാപ്റ്ററിൽ കോൺസെപ്റ്റുകൾ മാത്രമേ പറയണുള്ളൂ, പ്രോബ്ലംസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രോബ്ലംസ് ഒക്കെ വേറെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കോൺസെപ്റ്റാണ് പറയണത്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ ഒരു എമൗണ്ട് തന്നിട്ട് ഇതിൻ്റെ ഫ്യൂച്ചറിലെ എമൗണ്ട് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ യൂസ് ചെയ്യണ മെത്തേഡാണ് കോമ്പൗണ്ടിങ്. എന്നാൽ ഫ്യൂച്ചറിലെ ഒരു എമൗണ്ട് എന്നിട്ട് പ്രസന്റിൽ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്കൗണ്ടിങ്. അവിടെ നമ്മളുണ്ടല്ലോ ഒരു എമൗണ്ടിനെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിൽ എത്രയായിരിക്കും എമൗണ്ട് തീരുമാനിക്കാം.
പക്ഷെ നമ്മളിവിടെ ഈ എക്സാമിന് അല്ലെങ്കിൽ ഈ ബുക്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ആസ്പെക്റ്റിലാണ് ഇത് ഡിസ്കൗണ്ടും ചെയ്യുക അല്ലെങ്കിൽ കോമ്പൗണ്ടും ചെയ്യുക. ഇപ്പോൾ നമ്മൾ അതൊരു ഇംപ്ലൈഡ് അസംഷനാണ്. എന്ത് അറൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയായിരിക്കും ഇൻഫ്ലേഷൻ റേറ്റ് എന്നുള്ള മീനിങ്ങിൽ. ഇപ്പോൾ ഇന്ന് ഞാൻ ബാങ്കിൽ ഇയർ എൻഡിൽ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇയർ 1 ആവുമ്പോൾ 10% ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇയർ 1 എൻഡ് ആവുമ്പോൾ ഇയർ 0 ഞാൻ 10 എടുത്തു. ഇയർ 0 പറഞ്ഞാൽ ഞാൻ നിൽക്കണത്. അപ്പോൾ ഇയർ 1 എന്ന് പറഞ്ഞാൽ ഇയർ 1ൻ്റെ എൻഡ്. അപ്പോൾ ഇയർ 1ൽ എനിക്ക് 10 രൂപ പ്ലസ് 10% ഇൻട്രസ്റ്റ് പറയുമ്പോൾ എത്രയാണ് വരിക? 11 രൂപ. അപ്പോൾ ഇതാണ് പ്രസന്റ് വാല്യൂ, ഇതാണ് ഫ്യൂച്ചർ വാല്യൂ. ഇതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? കോമ്പൗണ്ടിങ് എന്ന് പറയാം. എന്നാൽ ഇതിനെ എങ്ങനെയാണ് തിരിച്ച് ഞാൻ ഡിസ്കൗണ്ടിങ് ആയിട്ട് കൊണ്ടുവരിക? ഇപ്പോൾ ചെയ്ത നേരെ ഓപ്പോസിറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ചെയ്തത് എന്താണ്? ലൈക്ക് ഇൻറ്റു ചെയ്തു, അല്ലെങ്കിൽ ഇൻറ്റു ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം. ഞാൻ ഇവിടെ നോക്കട്ടെ, 11 ഇൻറ്റു നേരത്തെ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, 11 ഇൻറ്റു 1/10 എന്ന് എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ആദ്യം 1/10 എത്ര വരുന്നു നോക്കട്ടെ. 1/10 എത്ര വരുന്നു നോക്കിയേ. 1/10 കാൽക്കുലേറ്റർ എടുത്ത് നോക്കേ. 0.1 1 ഓക്കെ. മിനിറ്റ്, ഞാൻ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. കണ്ണിൽ കരട് കയറി. നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണത് അങ്ങനെ 1/10 അല്ല. അവിടെ പോയി. ഈ ഫ്യൂച്ചർ വാല്യൂനെ ഡിസ്കൗണ്ട് വാല്യൂട്ട് കൊണ്ടുവരാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. ഇപ്പോൾ ഇവിടെ ആറ് പറഞ്ഞത് എത്ര? ഇൻട്രസ്റ്റ് റേറ്റ് 10 അല്ലേ. അപ്പോൾ 11 ഇൻറ്റു 1/1 പ്ലസ് ആറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി 1/1 പ്ലസ് ആർ എത്ര വരും നോക്കി നോക്ക്. 1/1 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 10% അല്ലേ 6. അപ്പോൾ 1 പ്ലസ് 10% പറഞ്ഞാൽ 1.1. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1.1 എത്ര? 0.90909. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 11 ഇൻറ്റു ഇതിൻ്റെ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 0.90909 എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റു 11 അപ്പോൾ എത്ര വരാം? 9.999. അപ്പോൾ ഇതാണ് കറക്റ്റ്. സത്യം 10 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് കറക്റ്റ് പ്രസന്റ് വാല്യൂ ഇതാണ് കറക്റ്റ് ഫ്യൂച്ചർ വാല്യൂ. ലൈക്ക് അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ചെറിയ രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ ഇക്വേഷനൊക്കെ അടിയിൽ പഠിക്കൂട്ടാ. അത് ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇക്വേഷൻ വൈസ് എഴുതുന്നത്. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ ചെറിയ രീതിയിൽ പറയണമെന്നുള്ളൂ. ഇങ്ങനെ പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചറിലോട്ട് എത്രയായിരിക്കും വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കോമ്പൗണ്ടിങ്. നേരെ തിരിച്ചാവുമ്പോഴാണ് ഡിസ്കൗണ്ടിങ്. ഇനി 10 രൂപയാണ് ഉണ്ട് വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഇയർ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ 10 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യും, ഒരു 4 വർഷം കഴിഞ്ഞിട്ട് എത്രയായിരിക്കും എമൗണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പോൾ 10 ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ റേസ് ടു എൻ. ഇപ്പോൾ 10 ഇൻറ്റു 1 പ്ലസ് 10% ഹോൾ റേസ് ടു ഇപ്പോൾ ഇവിടെ ഞാനൊരു വർഷം പറഞ്ഞ് നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അറിയേണ്ടത് വിചാരിക്കുക. അപ്പോൾ 5 കൊടുക്കുക. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ എത്രയാവും നോക്കട്ടെ. 1 പ്ലസ് 10% ആയിട്ടിരിക്കുക 1.1. എന്നിട്ട് ഹോൾ റേസ് ടു 5 അല്ലേ. അപ്പോൾ 1.1 ഓൾറെഡി കിട്ടിയില്ലേ. ഇനി ഇൻറ്റു ഈസിക്കൽ ടു അടിക്കുക. അപ്പോൾ 2 ടൈംസ് ആയി. എത്ര? 1.21 വന്ന്. എന്നിട്ട് വീണ്ടും ഈസിക്കൽ ടു മാത്രം അടിച്ചാൽ മതി. ഒരു ഈസിക്കൽ ടു അടിച്ചു, അപ്പോൾ 3 ടൈംസ് ആയി. 1.331 ആയി. ഒന്നുകൂടി ഈസിക്കൽ ടു അടിച്ചു, അപ്പോൾ 4 ടൈംസ് ആയി. 1.464 ആയി. ഒന്നുകൂടി ഈസിക്കൽ ടു അടിച്ചു, അപ്പോൾ 1.61 ആയി. അപ്പോൾ ഇവിടെ എത്ര വന്നത്? 10 ഇൻറ്റു 1.61051 ഈസിക്കൽ ടു ഇനി 10 ഇത് ഇന്റർനെറ്റ് അടിച്ചാൽ 16.105 ആണ്. അപ്പോൾ 4 വർഷം കഴിഞ്ഞാൽ 10% ഇൻട്രസ്റ്റ് റേറ്റിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ 10 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ 4 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ പറയുന്നത് 16.105 ആണ്.
ഇനി ഇവിടെ ഞാനിപ്പോൾ ഇൻഡോ ചെയ്ത് ഫ്യൂച്ചർ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്നുള്ള വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും ഫ്യൂച്ചറിലുള്ള വാല്യൂ അല്ലേ. ഇവിടെ എഫ്സിന് 6 രൂപ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 20 രൂപ കൊടുക്കണം. വലുതല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിലും ഇത് ചെറുതായിരിക്കും. ഇനിയിപ്പോൾ ഈ 16.105 ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും. ഫ്യൂച്ചർ കാണാൻ ഇൻഡോ ചെയ്ത് വെച്ചാൽ ഡിസ്കൗണ്ട് ചെയ്യാൻ ഡിവൈഷൻ ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 16 × 1.1+r⁴n അത്ര ഉള്ളൂ. ഇവിടെ ഉണ്ടല്ലോടാ ഞാൻ മേലെ ഒരു 1 ഇയറാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ whole⁴n എന്നുള്ള രീതിയിൽ ഇടാത്തത്. ശരിക്കും നമ്മൾ കോമ്പൗണ്ടിങ് ചെയ്യുമ്പോൾ ലൈക്ക് ഒന്നിൽ കൂടുതൽ വർഷം ഉള്ളപ്പോഴാണ്. ഇപ്പോൾ നോക്കി ഇവിടെ 1 ഇയറാണ് വന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ അവിടെ ഇട്ടാലും സെയിം എഫക്റ്റ് ആണ്. കാരണം 1 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ സെയിം തന്നെയല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ 1 ഇടാത്തത്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. കാരണം എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ മേലല്ലേ ഇൻട്രസ്റ്റ് കിട്ടുക ലൈക്ക് FD ഒക്കെ ഇടുമ്പോൾ. അല്ലാതെ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ട് അങ്ങനെയല്ലല്ലോ. ഓക്കെ, ഇനി ഡിസ്കൗണ്ട് ചെയ്യാൻ നോക്കി നോക്ക്. 1/1+r⁴n അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഏത് 1+r⁴n കണ്ടുപിടിക്കാം. 1+r⁴n 1+r എത്ര 1+10% n പറഞ്ഞ എത്ര 4 ഇയർ അല്ലേ. അല്ല 5 ഇയർ ആയിരുന്നു. 5 ഇയർ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാനും 5 ഇയർ തന്നെ എടുക്കാം. അപ്പോൾ ഇൻറ്റു = അടിച്ചാൽ 1.21 വന്നു. അപ്പോൾ 2 ടൈംസ് ആയി. ഇനി ഈ ഒരു = അടിച്ചു 3 ടൈംസ് ആയി, 4 ടൈംസ് ആയി, 5 ടൈംസ് ആയി, 1.6105 വന്നു. അപ്പോൾ 16.105 ഡിവൈഡഡ് ബൈ 1.61051 ലൈക്ക് ഇവിടെ ഇൻറ്റു 1/1.61051 എഴുതിയതും ലൈക്ക് അത് നേരെ ഇതിൻ്റെ അടിയിൽ എഴുതിയാലും സെയിം എഫക്റ്റ് അല്ലടാ. 16.105 ഡിവൈഡഡ് ബൈ 1.61051 എത്ര വന്ന് 9.999 കണ്ട. അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഫ്യൂച്ചർ വാല്യൂയിലോട്ട് എത്താൻ. അപ്പോൾ നമ്മളുണ്ടല്ലോടാ ഇവിടെ ഈ 1.6105 ഉണ്ടല്ലോ പ്രസന്റ് വാല്യൂയിലോട്ട് കണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇതിനെ നമ്മൾ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയും. എന്നാൽ ഇവിടെ ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പണന്റ് ഇതല്ലേ. 10 രൂപേനായിട്ട് ഇതല്ല ഇൻറ്റു ചെയ്ത്. എന്നാൽ ഈ ഇവിടെ ആണെങ്കിലോ പ്രസന്റ് വാല്യൂയിലോട്ട് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇതിനെ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ പറയും, ഇതിനെ ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു ബ്രോഡ് റേഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് കോൺസെപ്റ്റിൽ പറയണമെന്നുള്ളൂ. ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നേരത്തെ സാറ് പറഞ്ഞ സാധനമല്ലേ എന്ന്. ഓക്കെ, മനസ്സിലായി വിചാരിക്കണോ? ഡൗട്ട് എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ചെമ്പഴുക്ക ചെണ്ടുകൊട്ട അങ്ങോട്ട് നീക്കിയിടാൻ നോക്കാം. ഭാവിയിൽ ആവശ്യം വന്നാലോ. ഓക്കെ, സബാഷ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണോ, ഞാൻ തള്ളി വിടുണ്ടോ എന്നുള്ളത് നോക്കാം. മണി ഹാസ് എ ടൈം വാല്യൂ. ഒരു വാല്യൂ ഉണ്ട് ടൈമിനനുസരിച്ചിട്ട്. എ റുപ്പി ടുഡേ ഈസ് മോർ വെർത്ത് ദാൻ എ റുപ്പി ഇൻ ഫ്യൂച്ചർ. ഇപ്പം നിങ്ങൾക്ക് ഇന്ന് 10,000 തരാമെന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് സന്തോഷമാവുക. ഒരു 6 വർഷം കഴിഞ്ഞിട്ട് 10,000 തരാൻ പറഞ്ഞാലാണ് സന്തോഷമാവുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇന്ന് തരണമെന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, ഇന്ന് 10,000 രൂപയ്ക്ക് ഒരു കസാര മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സെയിം കസാരക്ക് 6 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ 20,000 ആയിരിക്കും അല്ലേ. ദിസ് ഈസ് ബിക്കോസ് റിസ്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക്കും കൺസംഷൻ പ്രിഫറൻസും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇതൊക്കെ വേണമെങ്കിൽ തിയറി ആസ്പെക്റ്റിൽ റയർ ചാൻസ് ആണ് വരാൻ ഇമ്പോർട്ടൻ്റ് ആട്ടാ. ഫ്യൂച്ചർ ക്യാഷ് റെസിപ്റ്റ്സ് ആർ നോട്ട് സർട്ടൈൻ. ഒബ്വിയസ്ലി 6 വർഷം കഴിഞ്ഞിട്ട് തരാൻ പറഞ്ഞാലും ഇപ്പം എത്ര വിശ്വാസമുള്ള ആളായാലും അയാൾ ചിലപ്പോൾ തട്ടിപ്പോകാൻ നമുക്ക് പേടിയുണ്ടാവും. ഇൻ ആൻ ഇൻഫ്ലേഷണറി പീരീഡ്, നമ്മളെപ്പോഴും ഇൻഫ്ലേഷണറി പീരീഡിൽ കൂടെയാണ് പോകുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമി. എ റുപ്പി ടുഡേ റെപ്രസെന്റ് എ ഗ്രേറ്റർ റിയൽ പർച്ചേസിംഗ് പവർ ദാൻ എ റുപ്പി എ ഇയർ ഹെൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, പണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ പണ്ട് ഞാൻ 6 രൂപയ്ക്ക് മേടിച്ച സാധനം ഇന്ന് 20 രൂപ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇന്നാണ് എനിക്ക് കൂടുതൽ പർച്ചേസിംഗ് പവർ കിട്ടുക ആ വാല്യൂവിനേക്കാളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പെപ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 6 രൂപ ഉള്ള സമയത്തല്ലടാ എനിക്ക് കൂടുതൽ സാധനം മേടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നോക്ക്, അപ്പോൾ എനിക്ക് 20 രൂപ ഇന്ന് തരാമെന്നും പറയണേ, 2 കൊല്ലം കഴിഞ്ഞിട്ട് 20 രൂപ തരാമെന്ന് പറയണേ. ഏത് 20 രൂപക്കാണ് കൂടുതൽ സാധനങ്ങൾ എനിക്ക് മേടിക്കാൻ പറ്റുക?
ഇപ്പം തരണതല്ലേ. കാരണം ഇപ്പോഴാണ് 2 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇതിനേക്കാളും കൂടുതൽ വാല്യൂ ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ സാധനം മേടിക്കാൻ പറ്റുക അല്ലേ. സോ ആൻ ഇൻഡിവിജ്വൽ പ്രിഫർ റിസീവിങ് ക്യാഷ് നൗ. സ്വാഭാവികം. കൺസംഷൻ പ്രിഫറൻസ്, പീപ്പിൾ പ്രിഫർ കറണ്ട് കൺസംഷൻ സ്പെൻഡിങ് മണി നൗ. ഒബ്വിയസ്ലി എല്ലാവർക്കും നാളെ ചിലവാക്കണം, ഇന്ന് ചിലവാക്കണം ആഗ്രഹം ഉണ്ടാവും. കാരണം നാളെ നമ്മൾ മരിച്ചു പോവോ, നാളെ നമ്മൾ ഉണ്ടാവുക തന്നെ ആർക്കും അറിയില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്യാൻ ജനറേറ്റ് എ പോസിറ്റീവ് റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റിംഗ് 1 rupee ടുഡേ വിൽ ഗ്രോ ടു 1+R ആഫ്റ്റർ എ ഇയർ വേർ R is the rate of return. നമുക്ക് ഇപ്പോൾ ക്യാഷ് കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്കത് ഇൻവെസ്റ്റ്മെന്റിൽ ഇട്ടൂടെ. ഇപ്പോൾ നമുക്ക് ഒരാൾ 20 രൂപ 20,000 രൂപ കടം തരാണ്ടായിരുന്നു. അയാൾ പറയാണ് നമുക്ക് പൈസക്ക് ആവശ്യമൊന്നുമില്ല, അയാൾ മെല്ലെ തന്നാൽ മതി. അയാൾ പറയാണ് ഒന്നെങ്കിൽ ഇന്ന് തരാം അല്ലെങ്കിൽ അടുത്തൊരു കൊല്ലം തരാൻ പറയാണ്. നമ്മളെന്താ പറയുക, ഇന്ന് തരാമെന്നാ പറയുള്ളൂ. കാരണം അയാൾ അടുത്ത കൊല്ലം തരാമെന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഇത് ബാങ്കിൽ കൊണ്ടുപോയി ഇടും. ഞാൻ അതിൻ്റെ അലമാറിൽ എടുത്ത് വെക്കില്ലല്ലോ, എല്ലാവരും ബാങ്കിലല്ലേ ഇടുക. അപ്പോൾ ബാങ്കിൽ ഇടുമ്പോൾ അയാൾ അടുത്ത കൊല്ലം തരാമെന്ന് പറയുന്നത് വരെ എനിക്ക് കിട്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് ലോസായി പോവല്ലേ. അയാൾ അടുത്ത കൊല്ലം തരാമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ഇപ്പോൾ കിട്ടുന്നല്ല ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പോവല്ലേ. എനിക്ക് അയാൾ ഇപ്പോൾ തരാൻ പറഞ്ഞിട്ട് ഞാൻ വേണ്ട പറഞ്ഞിട്ട് അടുത്ത കൊല്ലം തന്നാൽ മതി പറയുമ്പോൾ അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും ഇപ്പോൾ കിട്ടണം തന്നെ ആഗ്രഹം ഉണ്ടാവുക. കാരണം ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാമല്ലോ ഫ്യൂച്ചറിൽ. ഓക്കെ. ഇനി ടൈം വാല്യൂ ഓഫ് മണി. കണ്ട, ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ കോമ്പൗണ്ടിങ് ആണ് നമ്മൾ ചെയ്യുക, എന്നാൽ പ്രസൻറ്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിസ്കൗണ്ടിങ് ആണ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് പല രീതിയിൽ ക്യാഷ് ഫ്ലോസ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിംഗിൾ ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ആന്യൂറ്റി ആയിരിക്കും. സിംഗിൾ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ന് 10,000 ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് 20,000 വരുന്നു. ഇവിടെ സിംഗിൾ ഫ്ലോ ആണ്. മൾട്ടിപ്പിൾ ഫ്ലോ പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇന്ന് 10,000 ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് അടുത്ത ഇയർ എൻഡിൽ 11,000 കിട്ടണു, രണ്ടാമത്തെ ഇയർ എൻഡിൽ 12,000 കിട്ടണു, മൂന്നാമത്തെ ഇയർ എൻഡിൽ 14,000 കിട്ടണു. ഇതാണ് മൾട്ടിപ്പിൾ ഫ്ലോ. ഇതൊന്നും മനസ്സിലാക്കിയാൽ മതിയിട്ട് അതൊന്നും കാണാതെ പഠിക്കുക, ആ ഒരു മീനിങ്ങിൽ പഠിക്കേണ്ട. ആന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ഗ്യാപ്പിൽ ഇത്ര എമൗണ്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എമൗണ്ട് കിട്ടുക. ഇപ്പം ഇവിടെ ഓരോ കൊല്ലം കഴിഞ്ഞ് കിട്ടുമെന്നല്ല പറഞ്ഞത്, ഇപ്പോൾ സെയിം ഇൻ്റർവെല്ലാണ്, എന്നാൽ ഇത് സെയിം എമൗണ്ട് ആയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,000 അടുത്തിപ്പോൾ നമ്മളിപ്പോൾ ചില ബോണ്ടുകളൊക്കെ ഉണ്ടാവും ചില കമ്പനീസിൽ, അല്ലെങ്കിൽ ചില ബാങ്കിൽ ചില FD ഉണ്ടാവും. ഇന്ന് 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും 1,000 വെച്ചിട്ട് ഇൻട്രസ്റ്റ് തരാൻ പറയുകയാണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഗ്യാപ്പ് അല്ലേ വരുന്നത്, ഇൻ്റർവെല്ലല്ലേ വരുന്നത്. അങ്ങനെ സെയിം എമൗണ്ട് ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ വരുമ്പോഴാണ് ആന്യൂറ്റി എന്ന് പറയുക. അപ്പോൾ ഇത് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും എന്ന് പറയാം. അതുപോലെ തന്നെ ഡിസ്കൗണ്ടിങ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ പല ടൈപ്പ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുമെന്ന് പറയുന്നത്. ഇതിൽ പെർപ്പച്യൂറ്റി മാത്രമേ വ്യത്യാസമുള്ളൂ. പെർപ്പച്യൂറ്റി പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് എന്നുള്ള രീതിയിലാണ്. അത് ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും, ചില കമ്പനികൾ ചില ബോണ്ട് ഇഷ്യൂ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഇൻഫൈനൈറ്റ് പീരീഡിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം. എന്ന് വെച്ചാൽ ആ കമ്പനി എത്ര കാലം ഉണ്ട് അത്രയും കാലം നമുക്ക് ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കുക. അതിനൊരു പീരീഡിൻ്റെ ഇല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസിലൊക്കെ ആദ്യം പറഞ്ഞു 5 വർഷം, ഇവിടെ അങ്ങനെ വർഷം പറഞ്ഞില്ല, ഇവിടെ ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ വിചാരിക്കുക. അങ്ങനെ പീരിയഡ് ഇല്ലാതെ നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിക്സഡ് എമൗണ്ട് ഇത്ര ഫിക്സഡ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ ഇൻഫൈനൈറ്റ് പീരീഡിന്. ഇവിടെ ആന്യൂറ്റിയും പെർപ്പച്യൂറ്റിയും സെയിം ആണ്. ആന്യൂറ്റിയും പെർപ്പച്യൂറ്റിയും വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ഇയറിനായിരിക്കും കിട്ടുന്നുണ്ടാവും, ഇത്ര വർഷത്തിനായിരിക്കും കിട്ടുന്നുണ്ടാവുള്ളൂ. എന്നാൽ പെർപ്പച്യൂറ്റി പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് പീരീഡിനായിരിക്കും. ഇത് വേണമെങ്കിൽ കിട്ടാനുള്ളതാവാം കൊടുക്കാനുള്ളതാവാട്ടോ. നമ്മൾ ഒരു ആസ്പെക്റ്റിൽ നിന്നല്ല എക്സാമ്പിൾ പറയേണ്ട ആവശ്യമുള്ളൂ. നമുക്കൊന്നെങ്കിൽ ലോണ് എടുത്തിട്ട് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതാവാം, ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതാവാം, അല്ലെങ്കിൽ ലോൺ കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതാവാം. ഏത് രീതിയിലും നമുക്ക് ഡിസ്കൗണ്ടിങ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാം. പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ പ്രോബ്ലംസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല ഐഡിയാസ് കിട്ടും കേട്ടോ. ഒന്നുകൂടി സ്ട്രോങ് ആവും. ഓക്കെ. ഇനി ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ എന്താ പറയുക, ഡിസ്കൗണ്ടിങ്. ഫ്യൂച്ചർ വാല്യൂ ആയിരിക്കും വലുതുണ്ടാവുക, പ്രസന്റ് വാല്യൂ ആയിരിക്കും വലുതുണ്ടാവുക. ഒന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഫ്യൂച്ചർ വാല്യൂ വലുതും പ്രസന്റ് വാല്യൂ എപ്പോഴും ചെറുതായിരിക്കും. ഇനി പ്രസന്റ് വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂലോട്ട് കൊണ്ടുവരുമ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറയും. ഓക്കെ. Compounding is a process of finding future value of cash flows by applying the concept of compound interest. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്താ, ഇന്ന് 10,000 ഞാൻ ഇട്ടു, 1,000 രൂപ വന്നു, അപ്പോൾ 11,000 ആയി ബാലൻസ്.
പിന്നെ ഈ 11,000 10% ഇൻട്രസ്റ്റ് എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഈ 11,000 മേലെയാണ് ഇൻട്രസ്റ്റ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിലല്ല കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുക ഫ്യൂച്ചർ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്. വി ക്യാൻ കാൽക്കുലേറ്റ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് അറ്റ് ദ എൻഡ് ഓഫ് എ ടൈം പീരിയഡ് ഫോർ എ ഗിവൺ ഇൻട്രസ്റ്റ് റേറ്റ്. അല്ലേ, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എക്സാമിന് തന്നിട്ടുണ്ടാവട്ടെ, അത് നിങ്ങൾ കണ്ടുപിടിക്കണം, ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട. ഫ്യൂച്ചർ വാല്യൂ പറഞ്ഞാൽ എന്താ? പ്രസന്റ് വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇന്ന് പ്രസന്റ് വാല്യൂ പറഞ്ഞ് 10,000 ആണ്, അതിന്റെ മേലെ ഇൻട്രസ്റ്റുകൾക്ക് അങ്ങനെ ആഡ് ചെയ്തിട്ടല്ലേ അവസാനം നമ്മൾ ഫ്യൂച്ചർ വാല്യൂട്ട് എത്തുക. കോമ്പൗണ്ടിങ് ടെക്നിക് ക്യാൻ ബി യൂസ് ടു ഫോളോയിങ് കേസസ്. സിംഗിൾ ഫ്ലോ ആവാം, ആനുവൽ ക്യാഷ് മൾട്ടിപ്പിൾ ഫ്ലോ ആവാം, ആനുവിറ്റി ആവാം. ഇതിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്കുണ്ട്. നമുക്ക് ലൈക്ക് അത് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഐഡിയ കിട്ടും. ഇപ്പോൾ ജസ്റ്റ് കോൺസെപ്റ്റുകൾ പറയണമെന്നുള്ളൂ. ഈ ഡിസ്കൗണ്ടിങ് എന്താ? ഡിസ്കൗണ്ടിങ് ഇസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് പ്രസന്റ് വാല്യൂ ഓഫ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. സീരീസ് ആവാം അല്ലെങ്കിൽ സിംഗിൾ ഫ്ലോ ആവാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് യൂസ്ഡ് ഫോർ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ ഈസ് ഓൾസോ കോൾഡ് ഡിസ്കൗണ്ട് റേറ്റ്. ഇപ്പോൾ മേലെ പറഞ്ഞ കേസിൽ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത്. സെയിം 10% തന്നെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യാം. ഫ്യൂച്ചർ വാല്യൂയിൽ നിന്ന് പ്രസന്റ് വാല്യൂ കിട്ടും. അപ്പോൾ ആ 10%നെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇതിനെ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്നും പറയും, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് റേറ്റ് എന്നും പറയും. വി ഡിറ്റർമിൻ ദ ടൈം വാല്യൂ ഓഫ് മണി അറ്റ് എ ടൈം. വി ഡിറ്റർമിൻ ദ ടൈം വാല്യൂ ഓഫ് മണി അറ്റ് എ ടൈം. We determine the time value of money at a time by comparing the initial outflow with sum of present values of. ഒരു മിനിറ്റ്, ഇത് 0 തന്നെയാണോ അതോ ആണോ എന്ന് നോക്കട്ടെ. ഇത് 0 തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇയർ 0-ൽ നമ്മൾ കമ്പയർ ചെയ്യുമെന്നാണ് പറയണത്. എന്ത് പ്രസന്റ് വാല്യൂ. ഇന്നിപ്പോൾ 10,000 ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഓരോ വർഷം ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടിയല്ലോ. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂയിലോട്ട് കൊണ്ടുവരും. അതിനെ ലൈക്ക് ഡിസ്കൗണ്ട് ചെയ്യും, ലൈക്ക് ആ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് തന്നെ. അപ്പോഴും 10,000 തന്നെ വരാം. ഇപ്പോൾ ഉണ്ടല്ലോ അവിടെ 10% എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കുറേയൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്ററിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇന്ന് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അവർക്ക് വേണ്ട കോമ്പൗണ്ടിങ് റേറ്റ് 12%, 10% എന്തെങ്കിലുമൊക്കെ പറയും. എന്നിട്ട് അതുപയോഗിച്ചിട്ട് ലൈക്ക് ഓരോ കൊല്ലം ഇവർക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 15,000 അല്ലെങ്കിൽ 9,000 ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ലാഭമാണോ നഷ്ടമാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിനായിട്ട് കമ്പയർ ചെയ്യുന്ന പറയാം പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിൽ പഠിക്കാനുണ്ടോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലൊക്കെ. അപ്പോൾ ആ ഒരു സെന്റൻസിനാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. പ്രസന്റ് ഇനീഷ്യൽ ഔട്ട്ഫ്ലോനെ കമ്പയർ ചെയ്യും എന്തിനായിട്ട്? സം ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഇൻഫ്ലോസ്. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷിനൊക്കെ ഫുള്ള് പ്രസന്റ് വാല്യൂട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടില്ല, ആ എമൗണ്ടിനെ പ്രസന്റിലുള്ള ഔട്ട്ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ലൈക്ക് അത് ബെനിഫിഷ്യൽ ആണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യും. ആ ഒരു മീനിങ് ആണ് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതിയിട്ടാ. ഇതിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡിസ്കൗണ്ടിങ് ടെക്നിക്കും അതുപോലെ തന്നെ ഇങ്ങനെ പല ടൈപ്പിൽ ക്യാഷ് ഫ്ലോസ് നമ്മൾ ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്യും. ഇനി ഫ്യൂച്ചർ വാല്യൂ ഇനി പ്രസന്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. ഇനി ഓരോ ടൈപ്പിലും നമ്മൾ ലൈക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ് പറഞ്ഞത്. സപ്പോസ് ആൻ ഇൻവെസ്റ്റർ ഹാവ് 1,000 ടുഡേ. ഓക്കെ, നമ്മൾ നേരത്തെ 10,000 പറഞ്ഞു വെച്ചാൽ അവിടെ 1,000 ടുഡേ. ഓക്കെ, ആൻഡ് ഹി ഡെപ്പോസിറ്റ് വിത്ത് എ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇയർ 0-ൽ ആരുടെ കയ്യിൽ 1,000 രൂപയുണ്ട്. ഓക്കെ, and he deposit it with a financial institution. This pays 10% interest compounded annually. ലൈക്ക് പലിശ മേലെ പലിശ അങ്ങനെ കിട്ടും ഫോർ എ പീരീഡ് ഓഫ് 3 years. അപ്പോൾ ഇയർ 1, ഇയർ 2, ഇയർ 3 ദ ഡെപ്പോസിറ്റ് വുഡ് ഗ്രോ ആസ് ഫോളോസ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് എന്താണ്? പ്രസന്റ് വാല്യൂ 1+r ഹോൾ റേസ് ടു തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് തന്നെയാണ്, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇയർ 0-ൽ 1,000 രൂപ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുമോ? ഇല്ല. ഇയർ 1 ആകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് എത്ര വരും? 1,000-ന്റെ മേലെ 10% പറഞ്ഞാൽ 100 രൂപ. അപ്പോൾ എൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയും 1,100 രൂപയായി. ഇനി അടുത്ത രണ്ടാമത്തെ വർഷം ആകുമ്പോൾ 1,100-ന്റെ മേലെ എത്ര കിട്ടും? ഈ കാൽക്കുലേറ്ററിൽ അടിക്കുക. 1,100 ഇൻറ്റു 10%. 1,100 ഇൻറ്റു 10% എത്ര? 110. അപ്പോൾ 110 പ്ലസ് 1,100 എത്ര? 1,210. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ വീണ്ടും ഇൻട്രസ്റ്റ് വരില്ലേ? 1,210-ന് 10% എത്ര? 121. ഈ 121 പ്ലസ് 1,210 എത്ര? 1,311. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ കോമ്പൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ 10% ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് 1,000 ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചർ 3 വർഷം കഴിഞ്ഞാൽ 1,331 ആവേണ്ടത്. അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ, ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ സമയം എടുത്തിട്ട് ഓരോ കാൽക്കുലേറ്റ്
ചെയ്യുമ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഇക്വേഷന്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ 1331 തന്നെ വരണ്ടേ. ഓക്കെ, നോക്കിയേക്കാം. ഇവിടെ പ്രസന്റ് വാല്യൂ പറഞ്ഞ എത്ര, നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 10,000 അല്ലേ? അല്ല സോറി 1000. 1000 ഇൻറ്റു 1+R എത്രയാണ്? 10%. ഹോൾ റേസ് ടു n എത്രയാണ്? 3 ഇയർ. അപ്പോൾ 3 വർഷം കഴിഞ്ഞാൽ അപ്പോൾ 1+10% ആദ്യം അടിക്കുക കാൽക്കുലേറ്ററിൽ. അപ്പോൾ 1.1 വരും. എന്നിട്ട് ഇൻറ്റു ഈസിക്കൽ ടു അടിക്കുക. അപ്പോൾ 2 ടൈംസ് ഇൻറ്റു ചെയ്തു എന്ന് വെച്ചാൽ 1.1 ഇൻറ്റു 1.1 ആയി. അപ്പോൾ 1.21 ആയി. ഇനി ഒന്നും കൂടി ഈസിക്കൽ അടിക്കുക. അപ്പോൾ 3 ടൈംസ് ആയി. അപ്പോൾ എത്ര? 1.331 അല്ലേ വന്ന്. അത് ഇൻറ്റു 1000 അടിച്ചാൽ എത്രയാണ് വരുന്നത്? 1331. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് 3 വർഷം ആയതുകൊണ്ട് നമ്മുടെ ഇത് പെട്ടെന്ന് കഴിഞ്ഞു. ഇതൊരു 30 വർഷം ആണെങ്കിലോ ഇവിടെ എന്നിന് പകരം 30 ഇട്ട് കൊടുത്താൽ മതി 3-ന് പകരം. അപ്പോൾ ടപ്പേ പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വലിച്ചു വാരി എഴുതണ്ട. അപ്പം നമ്മൾ ഇക്വേഷനാണ് എന്ത്? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഇൻറ്റു 1+R ഹോൾ റേസ് ടു n. അപ്പോൾ ഈ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പ്രസന്റ് വാല്യൂ ഇവിടെ തന്നെ എഴുതുക ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇൻറ്റുവിനെ ഇപ്പുറത്ത് RHSലുള്ള ഇൻറ്റുവിനെ LHSലോട്ട് കൊണ്ടുവരുമ്പോൾ 1+R ഹോൾ റേസ് ടു n ആവും. അപ്പോൾ നിങ്ങളിപ്പോൾ 2 ഇക്വേഷൻ പഠിച്ചു. എന്ത്? ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഇക്വേഷൻ പഠിച്ചു, പ്രസന്റ് വാല്യൂ ഇക്വേഷൻ പഠിച്ചു. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ പറയുമ്പോൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിലേ പറഞ്ഞു. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഇൻറ്റു 1+R ഹോൾ റേസ് ടു n. എന്നാൽ പ്രസന്റ് വാല്യൂ പറഞ്ഞാലോ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+R ഹോൾ റേസ് ടു n. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടാ. ലൈക്ക് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഒരു MCQ അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാനെങ്കിൽ സാധ്യത. ഡബിളിംഗ് പീരീഡ്. ഇപ്പോൾ നമ്മൾ 1000 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10% ബാങ്ക് ഇൻട്രസ്റ്റ് തരുന്നുണ്ടെങ്കിൽ ഈ 1000 2000 ആക്കാൻ എത്ര വർഷം വേണം? എത്ര ടൈം എടുക്കും ഈ 1000 ഡബിൾ ചെയ്യാൻ? ആ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. അതിന് 2 ഇക്വേഷൻ ഉണ്ട്. റൂൾ 72 ഉണ്ട്, റൂൾ 69 ഉണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് 12% ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക? ഡിവൈഡ് ദ ഡബിളിംഗ് പീരിയഡ് ടെൽസ് ആൻ ഇൻവെസ്റ്റർ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു ഡബിൾ ദെയർ മണി അറ്റ് എ ഗിവൺ ഇൻട്രസ്റ്റ് റേറ്റ്. ഡിവൈഡ് 72 ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ടു ഗെറ്റ് എൻ അപ്രോക്സിമേറ്റ് ഡബിളിംഗ് പീരിയഡ്. അപ്പോൾ ഇവിടെ പറയണത് എന്താ? ഇപ്പോൾ 12% ആണ് എക്സാമ്പിൾ പറയുന്നത്. 12% ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ആ 12നെ ഡിവൈഡ് ചെയ്യാൻ 72നായിട്ട്. ഇതൊക്കെ പണ്ടത്തെ വലിയ വലിയ ബുദ്ധിയുള്ള എക്കോണമിസ്റ്റുമാരൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ്. അപ്പോൾ ലൈക്ക് അത് യൂസ് ചെയ്ത് ഇപ്പോൾ 12/72 ചെയ്താൽ എത്രയാണ്? കിട്ടണില്ലല്ലോടാ. അത് 6 തന്നെയല്ലോ. ഓക്കെ. ഇവിടെ പറഞ്ഞ എന്താ? ഇപ്പൊ ഇത് എക്സാമ്പിൾ 10% പറഞ്ഞു. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ 10% ആണെന്നുണ്ടെങ്കിൽ 10% വെച്ചിട്ട് 72/10 ചെയ്താൽ ഇത് ആബ്സല്യൂട്ട് ടൈമിൽ നമ്മൾ ഇതാക്കണം കേട്ടാ. 7.2 ഇയേഴ്സ് എടുക്കുന്ന പറയണത്. എന്ത്? ഈ 1000 രൂപ 2000 രൂപ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ മേലെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 1331 അല്ലേ പറഞ്ഞത്. അങ്ങനെ 7 വർഷം 2 മാസം കഴിഞ്ഞാൽ ഈ 1331 2000 ആവുമെന്നാണ് പറയണത്, ഇൻട്രസ്റ്റ് അടക്കം. അത് ഒരു മെത്തേഡ്. ഇനി ഇത്തിരി കൂടി അക്യുറേറ്റ്. അപ്പോൾ 7.2 ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് അക്യുറേറ്റ് ഫിഗർ ആക്കാൻ വേണ്ടി അടുത്ത റൂളാണ് എന്ത്? 69. റൂൾ ഓഫ് 69. വേണ്ടാത്തൊന്നും വിചാരിക്കരുത്. ഫോർ എ മോർ അക്യുറേറ്റ് വാല്യുവേഷൻ യൂസ് ഡബിളിംഗ് പീരിയഡ് ഈസ് ഈക്വൽ ടു 0.35 + 69 ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനി ഒരു എക്സാമ്പിളിൽ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ 6% തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ഇവിടെ ഏത് ഇൻട്രസ്റ്റ് ആണോ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് അത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൂൾ 69 യൂസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ ലൈക്ക് ഒന്നും പറഞ്ഞില്ലെങ്കിൽ റൂൾ 69 യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ 2 എഴുതാ. എന്നിട്ട് ഫോർ ലൈക്ക് അക്യുറേറ്റ് കാൽക്കുലേഷൻ ദിസ് ഈസ് അപ്ലിക്കബിൾ എന്ന് എഴുതുക. ഇനിയിപ്പോൾ എനിക്ക് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അതിൻ്റെ എഴുതുക. ഓക്കെ. 0.35 + 69 ബൈ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര വരുന്നത്? ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ 6 നമുക്ക് ലൈക്ക് നമ്മുടെ എക്സാമ്പിൾ എടുക്കാം. 10 എടുത്തു കഴിഞ്ഞാൽ 69/10 + 0.35 72 അല്ല 7.25 കണ്ട. അപ്പോൾ ഇത്തിരി അക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു. 7 വർഷം 2 മാസം 15 ദിവസം അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ലൈക്ക് ആ ഒരു ഏറൗണ്ട് ലൈക്ക് നമ്മൾ അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. കണ്ട. അപ്പോൾ റൂൾ 69 ഒന്നുകൂടി അക്യുറേറ്റ് ടൈം പറയുന്ന പറയണത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്
നേരെ അതിൻ്റെ ഡബിളായിട്ട് ഇൻട്രസ്റ്റ് കൂടി കൂടി അതിൻ്റെ ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് ഈ ഒരു ആസ്പെക്റ്റിൽ തന്നെ വരണുള്ളൂ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. റയറായിട്ട് ചിലപ്പോൾ ചോദിക്കാം. ലൈക്ക് ദി ഇക്വേഷനൊക്കെ ഈ ഇക്വേഷനൊന്നും ലൈക്ക് പഠിക്കേണ്ട കേട്ടോ. നമ്മൾ പ്രോബ്ലത്തിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ച സാധനം തന്നെയാണ് ഇപ്പോൾ പല പല വർഷങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ പറയണത്. ഇപ്പോൾ നമ്മൾ ഒരു വർഷമാകുമ്പോൾ പ്രസന്റ് വാല്യൂ ഇൻറ്റു 1+r² തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ പല പല വർഷമാകുമ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുള്ളൂ. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടിയും ലോജിക്കലായിട്ട് മനസ്സിലാക്കാം. ഈ ഇക്വേഷനൊന്നും അങ്ങനെ കാര്യമായിട്ട് തലയിൽ കയറ്റാൻ നോക്കണ്ട. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, കണ്ടപ്പോൾ മേലെ നമ്മൾ ഇൻറ്റു ചെയ്ത് വെച്ചാൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഫ്യൂച്ചർ വാല്യൂ ബൈയാണ് ചെയ്യുന്നത്. അവിടെ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1+r² പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചർ വാല്യൂ ബൈ 1+r² എന്നല്ലേ. ഇതൊക്കെ നമുക്ക് ഓരോ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോഴായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റുകൾ പറഞ്ഞു പോവാം. ഓക്കെ 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 കണ്ടോ, നമ്മൾ മേലെ പറഞ്ഞ സാധനം തന്നെയാണ് ലൈക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കണ്ടോ, അത് തന്നെ ഇവിടെ വന്നത്. ഓക്കെ, ആന്യൂറ്റിയും പെർപ്പച്യൂറ്റിയും നോക്ക്. ആന്യൂറ്റി ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെന്റ് ഓർ റെസിപ്റ്റ് മെയ്ഡ് ഓവർ എ സെറ്റ് പീരിയഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഇത്ര എമൗണ്ട് ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. ദ ടൈം ബിറ്റ്വീൻ ഈച്ച് പേയ്മെന്റ് ഈസ് കോൾഡ് റീപേയ്മെന്റ് പീരിയഡ്. ആന്യൂറ്റി ക്യാൻ ഹാവ് എ പേയ്മെന്റ് അറ്റ് വേരിയസ് ഇന്റർവെൽസ് സച്ച് എസ് ആനുവലി, സെമി ആനുവലി, എങ്ങനെ വേണമെങ്കിലും ആവാം. ബട്ട് അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ ക്വാർട്ടർലി ആണെങ്കിൽ എല്ലാ ക്വാർട്ടർലി ആയിരിക്കും ഇങ്ങനെ എമൗണ്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ആന്യൂറ്റിയുടെ ആയാലും ഫ്യൂച്ചർ വാല്യൂസ് കണ്ടുപിടിക്കാൻ ലൈക്ക് നോർമലി ആന്യൂറ്റിയിൽ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ എമൗണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന രീതിയിലാണ് ഇംപ്ലോയ്ഡ് അസംഷൻ എന്നാണ് പറയുന്നത്. ഇനി ഓർഡിനറി ആന്യൂറ്റി പേയ്മെന്റ് ഓർ റെസിപ്റ്റ് ഒക്കെ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരിയഡ്. അവിടെ ഇതിപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് എന്തുവാണെങ്കിലും ആവാട്ടാ. ഇപ്പോൾ ഓക്കെ, എവിടെ നിർത്തി? ഓക്കെ, ഇപ്പം ഞാൻ ഉണ്ടല്ലോടാ ഒരു ബാങ്കിൽ 10,000 രൂപ ഇട്ടു. ആ ബാങ്കിന്റെ പോളിസി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇയർ എൻഡിലും 1000 രൂപ കൊടുക്കണം, 1000 രൂപ കൊടുക്കണം. ലൈക്ക് അല്ലെങ്കിൽ ലോൺ എടുത്തു വിചാരിക്കും, 1000 രൂപ കൊടുക്കണം, 1000 രൂപ കൊടുക്കണം എല്ലാ ഇയർ എൻഡിലും. ഇതൊരു ആന്യൂറ്റിയാണ്, കാരണം ഈക്വൽ ഇന്റർവെല്ലിൽ ഫിക്സഡ് എമൗണ്ട് അല്ലേ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു FD ഇട്ടു, എല്ലാ വർഷവും ഇങ്ങനെ 1000 രൂപ എടുക്കണം, 1000 രൂപ എടുക്കണം, ഞാൻ ഇൻട്രസ്റ്റ് ഇങ്ങനെ ഈക്വലായിട്ട് അവർ തരുന്നത് ഞാൻ എടുക്കുന്നു, അതും ആന്യൂറ്റിയാണ്. സെയിം എമൗണ്ട് അല്ലേ. ഈ സെയിം സാധനം ഇൻഫിനിറ്റിക്ക് കിട്ടുന്ന വെച്ചാൽ അത് പെർപ്പച്യൂറ്റി ആവും. അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി ആന്യൂറ്റി, ഇപ്പോൾ ആന്യൂറ്റിയുടെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനാണ് എന്ത്, നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, ആ ഇൻവെസ്റ്റ് ചെയ്തത് ഇൻറ്റു 1+r⁻n -1/r. ഓക്കെ, അതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യൂട്ടാ. ഇപ്പോൾ ജസ്റ്റ് ആന്യൂറ്റി എന്താ പെർപ്പച്യൂറ്റി എന്താന്ന് മാത്രം പറയണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോടാ ഈ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റിയുടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കി നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് സെഡിമെറ്റിലത്തെ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. എന്താണ് എന്താ ലൈക്ക് പേജ് നമ്പർ 32 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പെക്സ് ലിമിറ്റഡ് ഹാസ് എൻ ഒബ്ലിഗേഷൻ ടു റെഡീം 50 കോടി. ഓ, ഒറ്റ മിനിറ്റ്, ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ശരിക്കും ഇവിടെ 5 crore ആട്ടോ വരുന്നത്. CMS ലിമിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമാകും. ബട്ട് എന്നാലും കുറേ മിസ്റ്റേക്കുകൾ ഉണ്ട് ചില സമയത്ത്. കുറേ അല്ല, കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട്. അപ്പം നമുക്ക് ചിലത് തോന്നും ഇത് മിസ്റ്റേക്ക് ആണോ എന്നത് ശരിക്കും തെറ്റിയതാണോ. സെലിമിറ്റിൽ ഒന്നുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യാണ്ട് അവർ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അടുത്തത് റെഡി ആവേണ്ടായിരിക്കണം. ഓക്കെ, 5 crore ആട്ടാ ഇവിടെ 5 crore എടുത്തിട്ടുള്ളത്. 50 crore 5 crore ബോണ്ട് റിഡീം ചെയ്യാണ്ട് 6 വർഷത്തിന് ശേഷം. ഓക്കെ, ഹൗ മച്ച് ഷുഡ് ദ കമ്പനി ഡെപ്പോസിറ്റ് ആനുവലി ഇൻ എ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് വേർ ഇറ്റ് ഏൺസ് 12% ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് ആന്യൂറ്റിയുടെ ഹെഡിങ്ങിലാണ് വരുന്നത്. ആന്യൂറ്റി ഹെഡിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിക്കണം എന്താ, 6 വർഷം കഴിഞ്ഞാൽ ഒരു ബോണ്ട് റിഡീം ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഒരു ലൈക്ക് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെ ഇന്നൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അത് 6 വർഷം കഴിഞ്ഞാൽ ഞാൻ റിഡീം ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചു മേടിക്കണം. ആ ബോണ്ട് തിരിച്ചു മേടിക്കണം. ആ ബോണ്ട് തിരിച്ചു മേടിക്കുമ്പോൾ ഞാൻ 50 കോടി തിരിച്ചു കൊടുക്കണം. അയാൾ എനിക്ക് തന്നിട്ടുള്ളത് അത് തിരിച്ചു കൊടുക്കേണ്ടത് 50 കോടിയാണ് 6 വർഷം കഴിയുമ്പോൾ. അപ്പോൾ ഇന്ന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എല്ലാ കൊല്ലം ഞാൻ ആനുവലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ആന്വിറ്റി പറഞ്ഞാൽ എന്താ, ഈക്വൽ എമൗണ്ട് സെയിം എമൗണ്ട് ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാനല്ലേ. അപ്പം എല്ലാ വർഷാവസാനം ഞാനൊരു ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 6 വർഷം കഴിയുമ്പോൾ 50 കോടി ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയാലേ എനിക്കിത് റീപേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു വർഷം, അതാണ് ലൈക്ക് ഇവിടെ ചോദിക്കണത്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ ഈ എ എന്നുള്ള എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയണത്. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോടാ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻഡ് ഇക്വേഷൻ. ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എന്താ, എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ് ഒരു കോൺസ്റ്റന്റ് പീരിയോഡിക് ഫ്ലോ. അത് ഇൻഫ്ലോ ഔട്ട് ഫ്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിൽ ഔട്ട് ഫ്ലോ ആണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് 6 വർഷം കഴിയുമ്പോൾ 5 കോടി കിട്ടണം. അപ്പോൾ എ ഇൻറ്റു 1+r⁻n -1 ഡിവൈഡ് ബൈ ആർ. അപ്പോൾ ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടി വിചാരിക്കുക, ഒരു 6 ലാക്ക്, ഒരു 6 crore വിചാരിക്കുക, 5 കോടിയല്ലേ വേണ്ട. അപ്പോൾ ഒരു 60 ലക്ഷമാണ് എല്ലാ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇയർ 1 ഞാൻ 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയർ 0 ഞാൻ 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇയർ 1 ആകുമ്പോൾ 60 ലക്ഷത്തിന്റെ മേലല്ലേ ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇയർ 0 ഞാൻ 60 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ഇയർ 1 60 ലാക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ലേ. 60 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത 60 ലാക്ക് പ്ലസ് ഇയർ 1 വരെ ഇൻട്രസ്റ്റ് പ്ലസ് ഇയർ 1 ഇൻവെസ്റ്റ് ചെയ്ത 60 ലാക്ക്, അതിന്റെ മേലല്ലേ ഇയർ 2 വരെ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ ഓരോ കൊല്ലം ഞാൻ ഈ 60 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഇൻട്രസ്റ്റിന്റെ പീരീഡ് കുറഞ്ഞു വരല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു ഫാക്ടറിലുകൊണ്ടാണ് ഇവിടെ -1 എന്നുള്ളൊരു വേരിയബിൾ വന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. ഇത് ഞാൻ പ്രൂവ് ചെയ്ത് കാട്ടില്ല. നമ്മൾ ഈ ലൈക്ക് ഈ ഇക്വേഷൻ അല്ലാതെ നമ്മൾ നേരത്തെ ഇയർ വൈസ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ ഫ്യൂച്ചർ വാല്യൂ, അതുപോലെ ഞാൻ പ്രൂവ് ചെയ്ത് കാട്ടിയാൽ ഇക്വേഷൻ ശരിയാണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ സാധാരണ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ അവർ പറയാറ്. പക്ഷെ ഇവിടെ അവർ എന്തോ ഈച്ച് ഇൻസ്റ്റാൾമെന്റ് എത്രയാണ് ആനുവലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എന്താണ് എനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r⁻n -1 ഹോൾ ഡിവൈഡ് ബൈ ആർ ആക്കണം. ഫ്യൂച്ചർ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 5 കോടിയാണ് വേണ്ടത്. 5 കോടി ഡിവൈഡ് ബൈ ഈ സംഭവം സോൾവ് ചെയ്തിട്ടുള്ളത് എത്രയാണ് എമൗണ്ട് വരണം, അതാണ് എ വരിക. ഇപ്പോൾ ഫ്യൂച്ചർ വാല്യൂ പറഞ്ഞാൽ എത്ര 5 കോടി. 5 കോടി ഡിവൈഡ് ബൈ 1+r. ആറ് പറഞ്ഞാൽ എത്ര, 12% ഓൾറെഡി അതിൽ പറഞ്ഞില്ലേ. അപ്പോൾ 1+12% എത്ര, 1+12% 1.12 വന്നു. ഹോൾ റേസ് ടു n എന്നാണ് പറയണത്. n എത്ര, 6 ഇയർ അല്ലേ. അപ്പോൾ 1.12 6 ടൈംസ് അടിക്കുക, ഇൻറ്റു ഈസ് ഈക്വൽ ടു 2 ടൈംസ് ആയി, ഈസ് ഈക്വൽ ടു 3 ടൈംസ്, ഈസ് ഈക്വൽ ടു 4 ടൈംസ്, ഈസ് ഈക്വൽ ടു 5 ടൈംസ്, ഈസ് ഈക്വൽ ടു 6 ടൈംസ്. അപ്പോൾ 1.9738 ആണ് വന്നത്. അപ്പോൾ അതേ -1 അടിക്കുക, ഡിവൈഡഡ് ബൈ വീണ്ടും 6 പറഞ്ഞത് 12% ഡിവൈഡ് ബൈ 12% അടിക്കുക, അല്ലെങ്കിൽ 0.12 അടിക്കുക. അപ്പോൾ എത്രയാണ്, 8.115 ആണ് വന്നത്. അപ്പോൾ 8.115 ചെയ്താൽ 5 കോടി ഡിവൈഡഡ് ബൈ 8.115 ചെയ്താൽ വരുന്ന എമൗണ്ട് എത്രയാണ്, 61,61,429 രൂപ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ 0 ഞാൻ 61,61,429 ഇൻവെസ്റ്റ് ചെയ്യും. ഇയർ 1 ആകുമ്പോൾ ഇതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് വരും. ഇയർ 1 വീണ്ടും ഒരു 61,61,429 ഇൻവെസ്റ്റ് ചെയ്യും. അത് ഞാൻ ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്ക്, ഇയർ 0 ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും ഇല്ല. ഇയർ 0 ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇത്ര തന്നെ. ഇന്ന് ഇയർ 1 എൻഡ് ആകുമ്പോൾ, ഇവിടെ ഇയർ 0 എന്ന് ഉദ്ദേശിക്കുന്നത് ഇയർ 1ന്റെ തുടക്കം, അങ്ങനെ ഉദ്ദേശിക്കാം, അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഇയർ 1ന്റെ തുടക്കത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഇയർ 1 എൻഡ് ആകുമ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മേലെ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ ഇതേ പ്ലസ് ഇൻട്രസ്റ്റ്, പിന്നെ ഇയർ 1 വേറെയും ഒരു 61,61,429 ഇൻവെസ്റ്റ് ചെയ്യില്ലേ. അപ്പോൾ ഇതേ പ്ലസ് ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് ഇയർ 1 കിട്ടിയ ഇൻട്രസ്റ്റ് പ്ലസ് ഇയർ 1 ഞാൻ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്ത ആന്വിറ്റി എമൗണ്ട് കൂട്ടുമ്പോൾ ഇതാണ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. പിന്നെ ഇതിൻ്റെ മേലെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇത്. എന്നിട്ട് എന്താണ്, വീണ്ടും ഈ ഇയർലി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും, എന്നിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് വരും, എന്നിട്ട് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും അതിന് അഡീഷണലി ആയിട്ട് 61 ലക്ഷത്തി കണ്ട അതെല്ലാ കൊല്ലം നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 6 വർഷത്തിന്. 1 2 3 4 5 6 6 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റും അതിനെ ഒപ്പം തന്നെ. ഇപ്പൊ നോക്കി, ഇതിന് 6 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ആഡ് ആയിട്ടുണ്ട്, എന്നാൽ ഇതിനോ 5 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ആഡ് ആയിട്ടുള്ളൂ. 1 2 3 4 5 സോറി
ഇപ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 5 വർഷത്തിനാണ് ഇൻവെസ്റ്റ് വരിക. കാരണം ഒറ്റ മിനിറ്റ്, അപ്പോൾ 5 ഇയർ 6 ഇയർ ഇങ്ങനെ ആട്ടാ നമ്മൾ 1 2 3 4 5 ഇയർ വരണല്ലോ. ഒറ്റ മിനിറ്റ് ഇട്ടറാ, ചെയ്തൊക്കെ കറക്റ്റ് അല്ലേ? ഇയർ 1 ഇൻവെസ്റ്റ് ചെയ്തു, അല്ല ഇയർ 0 ഇൻവെസ്റ്റ് ചെയ്തു. 2 1 2 3 4 5 6. ലൈക്ക് ഇവിടെ 6 ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലൈക്ക് 6 വട്ടം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ നോക്ക്. 1 2 3 4 5 6. ലൈക്ക് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടണത് ബട്ട് 5 ഇയറിനെ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് തന്നെ കിട്ടില്ലല്ലോ. അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് 1 കൊല്ലം കഴിഞ്ഞാലല്ലേ ലൈക്ക് 5 ഇയറിനല്ലേ കിട്ടുക. അതാണ് ലൈക്ക് ഇവിടെ മെയിനായിട്ട് 1 വർഷം ലൈക്ക് ഈ -1 വരാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അപ്പോൾ 6 ഇയേഴ്സിന് അല്ലെങ്കിൽ 6 ടൈംസ് ഡെപ്പോസിറ്റ് ചെയ്തു, ബട്ട് 5 ടൈംസ് ആണ് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ലൈക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, 1 വർഷം കഴിയണം. എന്നാൽ ഇതിനാണെങ്കിലോ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം ഇത് ഇയർ 5 എൻഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇയർ 5 എൻഡിലാണ് ലൈക്ക് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടണതും. അപ്പോൾ ഇതിനും ഇൻട്രസ്റ്റ് കിട്ടത്തില്ല അല്ലേ? നിങ്ങൾ അതൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കണ്ട. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെ നോക്ക്, 61,61,429 അല്ലേ നമുക്ക് ഇവരെ ഫിഗർ വന്നത് എല്ലാ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞ എമൗണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ വേണ്ട ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഇയർ 1 എൻഡിൽ അല്ലെങ്കിൽ ഇയർ 0ൻ്റെ എൻഡിൽ, അല്ല സോറി ഇയർ 1ൻ്റെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഇയർ 0ൻ്റെ എൻഡിൽ ഞാൻ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ മേലെ അപ്പോൾ ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് തന്നെ എനിക്ക് ഡെപ്പോസിറ്റ് കിട്ടില്ല. അപ്പോൾ അന്നത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് പറഞ്ഞാൽ 61,61,429 ആണ്. ഇനി ഇയർ 1 ആകുമ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഇത്ര ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പ്ലസ് ഓൾറെഡി ഉള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, പിന്നെ അഡീഷണലി ഞാൻ ഇയർ 1 രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ 61,61,429, അത് ആഡ് ചെയ്യുമ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടും. അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ്, പിന്നെ അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്, അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ്, അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ്, അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ്, അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്തത് 12% വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാവും. അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ്, പിന്നെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നേരെ കൂട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. കാരണം ഇയർ 5 അല്ലെങ്കിൽ ലൈക്ക് ഇയർ 6 ആകുമ്പോൾ ലൈക്ക് 6ാമത്തെ വട്ടം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് എടുക്കുകയാണ്. ഇത് 6ാമത്തെ വട്ടം ഡെപ്പോസിറ്റ് ചെയ്യണത്. ലൈക്ക് ഇയർ 1 ഇയർ 0ൻ്റെ തുടക്കത്തിൽ 1 2 3 4 5 6 ടൈംസ് ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 കോടി കിട്ടി കറക്റ്റ്. അപ്പോൾ 5 കോടിയല്ലേ ആവശ്യമുള്ളൂ. 5 കോടി 158 റൗണ്ടിങ് ഡിഫറൻസ് ആണ്. അത് 5 കോടി നമുക്ക് റൗണ്ട് ചെയ്യാം, ചെറിയ ഡിഫറൻസ് അല്ലല്ലോ. 5 കോടിയല്ലേ അവർക്ക് ആവശ്യം. വേണ്ട അപ്പോൾ 61,61,429 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 5 കോടി കിട്ടണ്ടേ. ഇതിപ്പോൾ ഒരു 50 വർഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടേബിൾ ഇങ്ങനെ വരച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ഇതുപോലത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ പോരെ? അല്ലേ, എളുപ്പമല്ലേ? അപ്പോൾ കറക്റ്റ് അല്ലേ, ഇക്വേഷൻ കറക്റ്റ് തന്നെ അല്ലേ? അതെ, ലൈക്ക് മനസ്സിലായി വിചാരിക്കണോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. ഓക്കെ, ലൈക്ക് പ്രസന്റ് വാല്യൂടെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ചപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഫ്യൂച്ചർ വാല്യൂ അല്ല കണ്ടുപിടിച്ചിട്ടുള്ളത്. ക്വസ്റ്റിന് ലൈക്ക് ഇത്തിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ലൈക്ക് ഫ്യൂച്ചർ വാല്യൂ ആണെങ്കിൽ സിമ്പിളാണ്, അതുകൊണ്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇക്വേഷന്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷന് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിലോ ഒബ്വിയസ്ലി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡിവിഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞത്. കണ്ട 1 - 1 ഡിവൈഡഡ് ബൈ ലൈക്ക് 1 ഡിവൈഡഡ് ബൈ 1 + r ഹോൾ സ്ക്വയർ ലൈക്ക് ഓൾ റേസ് ടു n ഡിവൈഡ് ബൈ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ സെലിമെൻറ്റിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല തോന്നുന്നുണ്ട്. ലൈക്ക് നമുക്ക് എന്തെങ്കിലും കാണുകയാണെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി പെർപ്പച്യൂറ്റി പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലൈക്ക് ഇൻഫൈനൈറ്റ് പീരീഡിൻ്റെ എമൗണ്ട് കിട്ടണത് കൊടുക്കുന്നതാണ് പെർപ്പച്യൂറ്റി. ലൈക്ക് ഇതൊന്നും ഡെഫിനിഷൻ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പെർപ്പച്യൂറ്റി ഈസ് ആൻ ആന്വിറ്റി that pays out indefinitely. It is a stream of cash flows that continues forever. Like a fixed coupon payment or permanently invested sum of money. Okay, value of finite because future receipts have very low
പ്രസന്റ് വാല്യൂ. ഇപ്പൊ നോക്കടാ, ഇപ്പൊ 10% ഇൻട്രസ്റ്റ് റേറ്റ് വിചാരിക്കുക. ഇയർ വണ്ണിന്ന് ഞാൻ ഇയർ 0ക്ക് കൊണ്ടുവരുമ്പോ എന്താണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉണ്ടാവുക? 1/1+r അല്ലേ? 1/1+r 1/1.1 എന്ന് വെച്ചാൽ 1+r പറഞ്ഞാൽ 1+10%, 1.1. 1/1.1 എത്ര? 0.901. അതാണ് ഇയർ വണ്ണിലുള്ള ഒരു ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരാനുള്ള ഫാക്ടർ. ഇനി ഇയർ 2ലുള്ളതാണെങ്കിലോ, അപ്പം നമ്മൾ 2 ടൈംസ് ചെയ്യണം. 1/1.1 ഈസിക്കൽ ടു 0.826 ആയി. അപ്പോൾ അതാണ് സെക്കൻഡ് ഇയറിലുള്ള ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരാൻ. തേർഡ് ഇയറിലാകുമ്പോഴോ വീണ്ടും 1/1.1 അത് 3 ടൈംസ് അടിക്കണം. അപ്പോൾ എത്ര? 0.751 ആയി. അതാണ് തേർഡ് ഇയറിലുള്ള എമൗണ്ടിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരാൻ. ഇനി ഫോർത്ത് ഇയർ ആകുമ്പോഴോ വീണ്ടും 1/1.1 4 ടൈംസ് അടിക്കണം. അപ്പോൾ 0.683 ആയി. കണ്ട, അപ്പോൾ നിങ്ങളിവിടെ ഒരു കാശ് വെച്ചാൽ മനസ്സിലാവും, ഇതിങ്ങനെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞ് പെർപ്പച്യൂറ്റി പറയുമ്പോൾ ഒബ്വിയസ്ലി ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരികയല്ലേ ചെയ്യുക. അവസാനം ഇത് 0 ആവുമെന്നാണ് പറയണത്. കാരണം ഈ പെർപ്പച്യൂറ്റിയിലല്ലേ. ബൈ ഡെഫിനിഷൻ പെർപ്പച്യൂറ്റി ടൈം പീരീഡ് n is so large, നമ്പർ ഓഫ് ഇയർ കുറേയാണ്. അപ്പോൾ അത് 0ലോട്ടാവും അവസാനം. അപ്പോൾ ലൈക്ക് അതിൻ്റെ ഇക്വേഷനാണ് പെർപ്പച്യൂറ്റിയുടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള പ്രസന്റ് വാല്യൂ ഓഫ് പെർപ്പച്യൂറ്റി. പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഇൻറ്റു ആ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. ലൈക്ക് ഏതാണ് ആ കോൺസ്റ്റന്റ് ആനുവൽ പേയ്മെൻറ്റ് വെച്ചാൽ അത്. ഇപ്പോൾ എടാ, ഈ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ പറഞ്ഞാൽ എന്താ അറിയില്ലേ? ഇതാണ് പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. അല്ലെങ്കിൽ ഇതാണ് പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഫാക്ടറിനെയാണ് നത്തിങ് ബട്ട് പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചതല്ലേ 0.826 0.751. അപ്പോൾ ഈ ഏതാണ് ആനുവൽ പേയ്മെൻറ്റ് അതേ ഇൻറ്റു ഇപ്പോൾ 4 വർഷത്തിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 4 വർഷത്തിൻ്റെ കൂട്ടിയിട്ട് ഇത് മൊത്തം അങ്ങോട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ഇൻറ്റു എ എന്ന് അടിച്ചാൽ മതി. നമുക്കിതൊരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 വർഷം ഉണ്ടാവില്ല. പെർപ്പച്യൂറ്റി പറയുമ്പോൾ 4 വർഷം ഇല്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ആഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇതിങ്ങനെ നീണ്ടു പോകും. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്താണ് പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ഓഫ് എ പെർപ്പച്യൂറ്റി സിംപ്ലി 1 ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ ഫോം. സോ ദ പ്രസന്റ് വാല്യൂ ഓഫ് പെർപ്പച്യൂറ്റി സിംപ്ലി ഈക്വൽ ടു ദ കോൺസ്റ്റന്റ് ആനുവൽ പേയ്മെന്റ് ഡിവൈഡഡ് ബൈ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് പെർപ്പച്യൂറ്റി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപ്പച്യൂറ്റി ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്താൽ മതി. നത്തിങ് ബട്ട് ആനുവൽ ഒരു പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 10,000 രൂപയാണ് എനിക്ക് എല്ലാ കൊല്ലവും കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കൊല്ലം എനിക്ക് 10,000 കിട്ടേണ്ടതുണ്ടെങ്കിൽ, ഇൻഡിഫിനിറ്റ്ലി എനിക്ക് 10,000 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 12% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ 10,000/12%. 10,000/12% എത്ര? 83,333 രൂപയാണ് ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ 12% വന്നു. എത്ര? 10,000 രൂപ വന്നു. അപ്പോൾ എത്ര? 93,333 ബാലൻസ്. അതിന് 10,000 വിഡ്രോ ചെയ്യും. 93,333 ഞാൻ 10,000 വിഡ്രോ ചെയ്തു. ബാലൻസ് വീണ്ടും 83,333 ആയി. അതിന് മേലെ വീണ്ടും അടുത്ത കൊല്ലം 12% ഇൻട്രസ്റ്റ് 10,000. അപ്പോൾ 93,000 ആയി. വീണ്ടും 10,000 ഇൻവെസ്റ്റ് ചെയ്യും, വിഡ്രോ ചെയ്യും, 83,000. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പെർപ്പച്യൂറ്റി. ഇതിലെ ഒരു പ്രോബ്ലം നമുക്ക് വരുമ്പോൾ ഒന്നുകൂടിയും സൂപ്പറായിട്ട് മനസ്സിലാവട്ടെ. ലൈക്ക് ഇപ്പോൾ ജസ്റ്റ് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെർപ്പച്യൂറ്റിയിൽ നമ്മൾ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ യൂസ് ചെയ്യില്ല. കാരണം അത് നമ്പർ ഓഫ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ എന്താ ചെയ്യുക? ആനുവൽ പേയ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്യുന്നുള്ളതെന്ന്. ഓക്കെ, ഇനി കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇത് ഇപ്പോൾ തന്നെ അത്യാവശ്യം വോളിയം ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് സിമ്പിൾ കോൺസെപ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.